സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ തിരുവചനമായിട്ട് നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാ, ഈ തിരുവെഴുത്ത് മുഖാന്തരം അവരനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലും ഒരുക്കട്ടോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവെഴുത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആക്കിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിബോധത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ തിരുവെടുത്ത് അപ്പോസ്തലനായ പൗലോസ്ലിയ തിരുവെടുത്ത് രേഖപ്പെടുത്തുമ്പോൾ ഇപ്രകാരം നമ്മളോട് വിളിച്ചു പറയുക: അത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എവിടെ നിന്നാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്? ഈ പകൽക്കാലം ദൈവജനം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ സ്വതന്ത്രനായോ? എന്നെ എവിടെ നിന്നാണ് അവൻ സ്വതന്ത്രനാക്കിയെടുത്തത്? നാം പലപ്പോഴും പിശാചിൻ്റെ അടിമതത്തിൻ്റെ കീഴിൽ അടിമത്തത്തിൽ കിടന്ന വ്യക്തികളാണ്. നമുക്കൊരിക്കലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തോടുകൂടെ നമുക്ക് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായി തുറന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ അത് ദുർവിനിയോഗം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഈ നൂറ്റാണ്ട് മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ ന്യൂ ജനറേഷൻ്റെ കാലഘട്ടങ്ങൾ അതിനായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസരത്തിലേക്ക് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു എന്തിനാ എന്നെ സ്വതന്ത്രനാക്കിയത്? ദൈവം ജനം ഒന്ന് ചിന്തിച്ചു നോക്ക്. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ഇതിലാ നമ്മെ സ്വതന്ത്രനാക്കിയ ക്രിസ്തുവിൽ നാം എന്ത് ചെയ്യേണ്ടവരാ? ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമ്മളോട് ഈ നിമിഷത്തിൽ ആഹ്വാനം ചെയ്യുക. കേട്ട തിരുവചനത്തിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? യേശു കർത്താവ് എന്നെ സ്വതന്ത്രനാക്കിയെന്നും സ്വതന്ത്രനാക്കിയവനോട് ഞാൻ ചേർന്ന് നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. പിന്നെയും നിങ്ങളുടെ അടിമമുഖത്തിൽ എന്ത് ചെയ്യരുതോ? കുടുങ്ങിപ്പോവരുതോ? ആരെ ഈ അടിമമുഖം? എന്താ അടിമമുഖം? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. പിശാച് നിന്റെ മേൽ കൊണ്ടിടുന്ന ഈ അടിമമുഖത്തെ തകർത്ത് കളഞ്ഞ് അതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം വരുത്തി തന്നിട്ടോ പിന്നെയും ഒരു ദൈവവേദന ഒരിക്കലും അടിമമുഖത്തിൽ കുടുങ്ങിപ്പോൻ ഇടിയാക്കാതെ വേണം. അത് ഈ കർത്താവായ യേശു ക്രിസ്തു നൽകി തന്ന സ്വാതന്ത്ര്യം നാം അത് അനുഭവിച്ച് മുന്നേറുവാൻ തക്കവേണം. സ്വർഗത്തിലെ മക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുക. വിളിച്ചവൻ വിശ്വസ്തനെന്ന് തിരിച്ചറിയുവാൻ തക്കവേണം. ഈ തിരുവെടുത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിച്ചെടുക്കുവാൻ ശക്തനാ, നമ്മെ നടത്തുവാൻ ശക്തനാ. നാം സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ നാളുകളിൽ മുന്നോട്ട് വരട്ടോ. പിശാചിൻ്റെ അടിമമുഖത്തെ തകർത്തത് അവൻ കാൽവരി കൊലക്കളത്തിലും പിശാചിൻ്റെ അടിമമുഖത്ത് എന്നേക്കുമായി അടിയറോ പറയിച്ചിട്ടോ നിനക്കൊരു സ്വാതന്ത്ര്യം വരുത്തി തന്നതോ. അതുകൊണ്ട് ഇനി മേലിൽ നീ ആ സ്വാതന്ത്ര്യം വിട്ടോ. അത് മാറിപ്പോൻ ഇടിയാക്കാതെ വേണം. ഒരു ദൈവ പൈതലായി, ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലായി തീരുവാൻ തക്ക വേണം. ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അടിമമുഖം അവൻ തകർത്ത് കളഞ്ഞില്ലേ? അടിമമുഖത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കിക്കൊണ്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കെങ്കിൽ നാം ഇന്നു മുതൽ സ്വതന്ത്രരായി തീരുക. ദൈവമക്കൾ ഓർത്ത് നോക്കുക. പിന്നെയും നാം എന്ത് ചെയ്യരുതോ? അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകരുതോ. ആ മുഖം എന്നേക്കും തകർക്കട്ടോ. അവൻ കാൽവരിൽ തകർത്ത് കളഞ്ഞ ആ അടിമമുഖം ഉടമനഘടക സൈന്യം മേലിൽ അത് വെളിപ്പെടാതിരിക്കേണ്ടതിന് നാം ശക്തമായി ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരിക്കൽ നീ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി തന്നതാ. ഇനി ഒരിക്കലും ഞാൻ അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകത്തില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോകുകയില്ല. അവൻ്റെ മുഖം എൻ്റെ മേൽ വാഴുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു ദൈവപൈതൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാ ദൈവത്തിൻ്റെ പ്രവർത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചു പറഞ്ഞത്, ഇല്ല, നാം ക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം ലഭിച്ചവരാ. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ വയലിൽ ശക്തമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ആരും അതേ
പിശാചിന്റെ നുകത്തങ്ങളിൽ അടിമപ്പെടാതിരിപ്പാൻ തക്കവേണം ദൈവജനത്തിന്റെ പ്രാർത്ഥന ഒരു വലിയ കോട്ടയാണ്. ദൈവജനത്തിന്റെ സാന്നിധ്യപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കിയത് വെറുതെയല്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ നിമിഷം ഞങ്ങളെ കേൾക്കുന്ന ഈ നിമിഷം നിങ്ങളൊന്ന് ചിന്തയില്ല, നാം എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവിൽ മരിച്ചത് കൊണ്ടല്ലേ ഞാനിന്ന് സ്വതന്ത്രമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയുന്നത്, ദൈവസ്ഥനൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നെന്നോ എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം ഏറ്റെടുക്കട്ടെ. എന്നെ വിടുവിച്ചൊരു കർത്താവ്, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പൽക്കാലം നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടോ. സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികളോ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും അത് വെളിപ്പെടാൻ ഇടിയെ തിരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.